ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്ക് ടയറിൻ്റെ ഭാഗത്ത് നോക്കി ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. ഒരല്പം തേമാനം ഉണ്ടാകും. നമുക്ക് ലൈനർ ഓരേണതിനനുസരിച്ച് ഹബിനും തേമാനം വന്നുണ്ട്. പക്ഷേ മേജറായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു എയർ ലീക്ക് പോലെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ സൈലൻസർ കഴിച്ച് നോക്കി അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിടണം. അപ്പോൾ അത് വേറെ പ്രശ്നമൊന്നുമില്ല. സൈലൻസർ പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു എയർ ലീക്ക് ഉണ്ടായാൽ നമ്മളൊന്ന് അയച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ലീക്ക് ഉണ്ടാകും. അപ്പോൾ അത് ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് അത് സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പക്ഷേ നമുക്കത് ഏകദേശം മാറ്റേണ്ട ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത സർവീസിലും മാറ്റിയിടാൻ എന്തെങ്കിലും അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പൊടി അത്യാവശ്യം പൊടിയുണ്ട്. നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബ്ലോക്ക് ആവും. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചേക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ അത് ഈ ഒരു പീസലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബുഷാണ് അതിവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അടി ക്ലച്ചിൻ്റെ ഭാഗത്ത് കാണിക്കുന്നുണ്ടാവും. ഇവിടെ ഈ ഭാഗത്ത് തന്നെ സംഭവമാണ് കേട്ടോ. ഈ വീലിനും ചെറിയൊരു തേമാനം ഉണ്ട്. പക്ഷേ ഇത് നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ മാറ്റണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് കൂടുതൽ തേമാനം കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം. ഇത് അലുമിനിയം വീലാണ്. കുറേ കഴിഞ്ഞപ്പോൾ തേമാനം വന്ന് മാറ്റേണ്ടി വന്ന പാർട്സാണ് കേട്ടോ. തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല. ചെറിയൊരു സൗണ്ട് വ്യത്യാസം ക്ലച്ചിൻ്റെ ഭാഗത്തൊരു മുഴക്ക സൗണ്ട് ഉണ്ടാവും. പക്ഷേ വേറെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിട്ടാലും മതി. അടുത്ത സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 മാസമാണ് കാലാവധി കേട്ടോ. 4 മാസം എന്തെങ്കിലും ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബുഷുകളാണത്, റോളർ ബുഷൊക്കെയാണ്. അത് കുഴപ്പമില്ലാതെ തന്നെ ഉപയോഗിക്കാം. ഇത് മാത്രമാണ് നമുക്ക് ഡാമേജ് ഒന്ന് പൊട്ടിയേക്കണതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മാറ്റിയിടാം. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ബെൽറ്റായാലും കമ്പനി ബെൽറ്റ് കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് കിടക്കണേ. പുതിയ ബെൽറ്റാണ്. പൊട്ടുള്ള കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്യാം. പീസ്ലൈഡ് മാറ്റാം, അത് റീസെറ്റ് ചെയ്യാം. ബെൻഡെക്സിൻ്റെ ആയാലും വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പൊടിക്ക് ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് ലൂബ്രിക്കേറ്റൊക്കെ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ചോക്ക് കേബിളും ആക്സിലേറ്റർ കേബിളും ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ചോക്കിടയ്ക്ക് ഉപയോഗിക്കാമെന്നുള്ളതുണ്ടോ. ഞാനിപ്പോൾ അതൊന്ന് ലൂബ്രിക്കേഷൻ ചെയ്തിട്ടേക്കാം. ആക്സിലേറ്റർ കേബിളും ചെറുതായിട്ട് ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ലൂബ്രിക്കേറ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഈ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന മൊത്തം ചെളി അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അടക്കടക്ക് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ പെയിൻറ്റ് ടച്ച് ചെയ്തു പോകാം. കാരണം എന്താ വെച്ചാൽ എങ്ങനെ ചെളിയിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ഉള്ളിലായതുകൊണ്ട് നമ്മുടെ പ്രത്യക്ഷത്തിൽ കണ്ണിൽ പെടുകയില്ല. ഇതൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ സർവീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ എവിടെയെങ്കിലൊക്കെ തുരുമ്പുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കഴുകണം നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടാനായിട്ട് നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കാൻ തോന്നുന്നു. നമുക്ക് ഈ ബ്രേക്കിൻ്റെ ലൈനർ തീർന്നിട്ടുണ്ട്. പിന്നെ ഈ 2 കേബിളുകളും കംപ്ലൈൻറ്റ്, 2 കേബിളും ഔട്ട് കഴിഞ്ഞിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്ക് ബ്രേക്ക് പിടിച്ചാലും വണ്ടി നിൽക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് വന്ന് ലോഡായേക്കണ കാരണം ബാക്ക് ബ്രേക്കും ക്ലിയർ ആയിട്ട് ആവില്ല, ബ്രേക്ക് ആവില്ല. അപ്പോൾ തന്നെയല്ല ഫ്രണ്ടിലത്തെ ലൈനറും തീർന്നെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്രേക്ക് ക്ലിയർ ആവാത്തതിൻ്റെ കേസ്. അപ്പോൾ ഈ 2 ബ്രേക്ക് കേബിളും മാറ്റാം, ഈ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ബ്രേക്കിൻ്റെ പ്രോബ്ലം സോൾവ് ആയിക്കോളും. ബ്രേക്ക് ക്ലിയർ ആയിക്കോളും. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ കേബിളൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഗ്രീസിട്ട് റീസെറ്റ് ചെയ്യാം. ബുഷുകളായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രശ്നം. ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ക്യാമായാലും അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ആയാലും ടയറൊക്കെ കമ്പനി ടയർ, MRFൻ്റെ ടയർ കിടക്കണം. സാപ്പർ മോഡൽ കമ്പനി വന്ന മോഡലാണ്. ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, നല്ല ഇതുണ്ട്. പിന്നെ ഹബിനകത്തൊക്കെ അത്യാവശ്യം ആ ലൈനർ പറഞ്ഞാൽ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നേരടിച്ച് ക്ലീനാക്കുക, റീഫ്രഷ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി 2022 മോഡൽ ബാറ്ററി ഉണ്ടോ. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ.
അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.68 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ്, കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യേണ്ട ദിവസമില്ല, ഒന്നുപോലെ ബാറ്ററി നമുക്ക് മാറ്റിയിടാം. അതായത് പിന്നീട് കംപ്ലയിൻറ്റ് വരരുത് എന്നുള്ളത് മൈൻഡാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിലുള്ളതെന്ന് വെച്ചാൽ ഈ രീതി തന്നെ ഉപയോഗിക്കുക. കാരണം ഞാൻ ഇപ്പോൾ നിലവിൽ സെൽഫ് അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ അഴിച്ച് ബാറ്ററി മാറ്റിയാലും മതി. 2 ഓപ്ഷനിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കംപ്ലയിൻറ്റ് വരാനേ ഇപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള മൈൻഡാണെങ്കിൽ നമുക്ക് കൈയോടെ ബാറ്ററി മാറ്റിയിടണം. കാരണം ടെസ്റ്റിലെ ഫെയിൽഡ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ചിലപ്പോൾ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചേക്കാം. ചിലപ്പോൾ 1-2 മാസമൊക്കെ 2-3 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാനും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയേണ്ടത് കേട്ടോ. അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിലൊന്നും ബാറ്ററി ഉൾപ്പെടുത്തണമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ തരുന്ന എസ്റ്റിമേറ്റിൽ ബാറ്ററി ഒന്നും ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ ബാറ്ററി മാറ്റണമെന്നുണ്ടെങ്കിൽ കൈയോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ബാറ്ററിയുടെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഈ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ സൈലൻസർ ആയാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത്, വേറെ പൊട്ടലൊന്നുമില്ല, ഗ്യാസ്കറ്റിൻ്റെ ലീക്ക് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എന്തായാലും നമുക്ക് വൈകുന്നേരത്തേക്ക് ആവുള്ളൂ, എന്തായാലും ഒരു 4 മണി 5 മണിക്ക് ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ഡേസ് നോക്കിയിട്ട് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊന്ന് പറഞ്ഞേരേ.